ഹായ് ഹലോ വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ 10th പ്രിലിംസ് കേരള PSC എക്സാമിനേഷനിൽ വരുന്ന സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ഒരു പോർഷൻ്റെ ഒരു ഷോർട്ട്സ് നോട്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് നോട്ട്സ് കൊണ്ട് തന്നെ ആ ഒരു പോർഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുന്നു. നമുക്ക് തുടങ്ങാം. എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ, ഇംഗ്ലീഷിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. സാധാരണ നമ്മൾ എണ്ണുന്ന 1, 2, 3, 4 തുടങ്ങുന്ന ഇൻഫിനിറ്റ് വരെയുള്ള ആ ഒരു സാധാരണ നമ്പേഴ്സിനെയാണ്, ഒരു എണ്ണൽ ക്രമത്തെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. എണ്ണൽ സംഖ്യകളിലെ ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ അതായത് എണ്ണൽ സംഖ്യ 1 ആണ്. ഇനി അഖണ്ഡ സംഖ്യകൾ, വോൾ നമ്പേഴ്സ്. ഈ എണ്ണൽ സംഖ്യകളുടെ കൂടെ അതായത് 0 കൂടി ചേരുമ്പോൾ, അതായത് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ എണ്ണൽ സംഖ്യകളെ നമ്മൾ അഖണ്ഡ സംഖ്യകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0 ആണ്. ഇനി അടുത്തത് ഒറ്റസംഖ്യകളും ഇരട്ട സംഖ്യകളും, ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. ഈ നമ്പറുകൾ എല്ലാവർക്കും അറിയാം, എന്നാലും പറയാണ്. ഈ ഓരോ നമ്പറുകളുടെയും വ്യത്യാസം 2 വെച്ചിട്ടാണ്. പിന്നെ ആദ്യത്തെയും മൂന്നാമത്തെയും നമ്പറുകളുടെ തുക ഡിവൈഡഡ് ബൈ 2 എന്നത് നടുക്കത്തെ രണ്ടാമത്തെ നമ്പറായിരിക്കും. പിന്നെ ഇത് ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇരട്ട സംഖ്യകൾ 2 വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹരിക്കാവുന്നതാണ്. ശിഷ്ടം 0 ആയിരിക്കും. പക്ഷേ ഓഡ് നമ്പേഴ്സിൽ ശിഷ്ടം എപ്പോഴും 1 ആയിരിക്കും, 1 വരും ഹരിക്കുമ്പോൾ, 2 വെച്ച് ഹരിക്കുമ്പോൾ. അടുത്തത് ഭാജ്യസംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പേഴ്സ്, 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള നമ്പേഴ്സ്. അതായത് ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ, അതായത് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് 2ൽ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നു. അതായത് ആ നമ്പേഴ്സ് നമുക്ക് അതിനേക്കാളും ചെറിയ നമ്പേഴ്സ് വെച്ചിട്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ശിഷ്ടം 0 വരുന്ന രീതിയിൽ. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ വരുന്നത് 4 ആണ്. അഭാജ്യസംഖ്യകൾ, പ്രൈം നമ്പേഴ്സ്, അതായത് 1ഉം അതേ സംഖ്യയും മാത്രം ഘടകങ്ങൾ വരുന്ന സംഖ്യകളെയാണ് അഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2, 3, 5 ഇതിൻ്റെയൊക്കെ ഘടകങ്ങൾ വരുന്നത് ആ സെയിം സംഖ്യയും 1ഉം മാത്രമാണ്. അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ 2 ആണ്. അപ്പോൾ ഒരേ ഒരു ഇരട്ട സംഖ്യ, കാരണം കൂടുതൽ പ്രൈം നമ്പേഴ്സ് വരുന്നതും ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ അതിലാകെ വരുന്ന ഒരു ഇരട്ട സംഖ്യ 2 ആണ്. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്തൊരു സംഖ്യയാണ് 1. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നതാണ് പൂർണ്ണസംഖ്യകൾ, ഇൻഡിജേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1, 2, 3 അതും, അതായത് നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3 പിന്നെ 0 ഇതെല്ലാം ഉൾപ്പെടുന്ന നമ്പറിനെയാണ് നമ്മൾ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും വലിയത്, ഏറ്റവും വലിപ്പം കൂടിയ സംഖ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -1 ആണ്. നെഗറ്റീവ് സംഖ്യകൾ -1, -2, -3, -4 അങ്ങനെ പോകുന്ന ഒരു നെഗറ്റീവ് സംഖ്യാശ്രേണിയെയാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് പരിപൂർണ സംഖ്യകൾ, പെർഫെക്റ്റ് നമ്പേഴ്സ്. ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ആ സംഖ്യ മാറ്റി നിർത്തി ബാക്കിയുള്ള ഘടകങ്ങളുടെ തുക ആ സംഖ്യ തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ പരിപൂർണ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇത് ഞാനൊരു എക്സാമ്പിളിലൂടെ കൂടുതൽ വിശദീകരിച്ച് തരാം. ഇപ്പോൾ 6 എന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ വരുന്നത് 1 × 6, 2 × 3. ഇതിൽ 6 എന്ന നമ്പർ സെയിം സംഖ്യ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ 1 + 2 + 3 എന്നത് 6 ആണ്. അപ്പോൾ അതൊരു പരിപൂർണ സംഖ്യയാണ്. അതേപോലെ 28 നോക്കുകയാണെങ്കിലും 1 × 28, 2 × 14, 4 × 7. 28 മാറ്റി നിർത്തി 1 + 2 + 4 + 7 + 14 നോക്കുകയാണെങ്കിൽ 28 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പെർഫെക്റ്റ് നമ്പറാണ്. അപ്പോൾ ഈ ഒരു പരിപൂർണ സംഖ്യാ ശ്രേണിയിലെ ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ 6 ആണ് വരുന്നത്. അടുത്തത് കേവല വില. സംഖ്യയുടെ ചിഹ്നമില്ലാത്ത വിലയെ നമ്മൾ കേവല വില എന്ന് പറയുന്നു. -5 എന്നതിൻ്റെ കേവല വില 5 ആണ് വരുന്നത്. അതേപോലെ ഇപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ, ഇപ്പോൾ 3 എന്ന നമ്പറിൻ്റെ കേവല വില അതും 3 തന്നെയാണ് വരുന്നത്. ചിഹ്നമില്ലാതെ പോസിറ്റീവായിട്ട് വരുന്നതിനെ നമ്മൾ കേവല വില കണക്കാക്കുന്നത് എന്ന് പറയുന്നു. സങ്കലന വിപരീതം. സംഖ്യയുടെ ചിഹ്നം മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ സങ്കലന വിപരീതം എന്ന് പറയുന്നത്. ഇപ്പോൾ 5 എന്നതിന് നമുക്ക് സങ്കലന വിപരീതം -5 ആണ് വരുന്നത്.
അപ്പോൾ -2 എന്നതിൻ്റെ സങ്കലന വിപരീതം 2 വരുന്നു. വ്യൂൽക്രമം. സംഖ്യയുടെ അംശവും ഛേദവും മാറ്റി എഴുതുന്നതിനെ വ്യൂൽക്രമം എന്ന് പറയുന്നു. ഇപ്പോൾ അംശം 3/4 ഛേദം വരുന്നതിനെ നമുക്ക് 4/3 എന്ന് മാറ്റി എഴുതാം. ഗുണന വിപരീതം. ചിഹ്നം മാറാതെ അംശവും ഛേദവും മാറ്റി എഴുതുന്നതിനെയാണ് ഗുണന വിപരീതം എന്ന് പറയുന്നത്. ഇതിൽ എക്സാമ്പിളിൽ രണ്ടിൻ്റെയും ചിഹ്നം ഒന്നും പക്ഷേ അംശവും ഛേദവും മാറി എഴുതുന്നതായി കാണുന്നു. ചരങ്ങൾ. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഗണിത രീതികളിൽ ആ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉൾപ്പെടുന്ന സംഖ്യകളെ ചരങ്ങൾ എന്നാണ് പറയുന്നത്.